ബാറുകളുടെ സമയം രാത്രി 12 മണിയിലേക്ക് നീട്ടിയതിനെ സംബന്ധിച്ചിട്ട് NDAയിലെ ഘടകകക്ഷികളായ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ പ്രതികരിക്കുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പമുള്ളത് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ സാറാണ്. കേരള കാമരാജ് കോൺഗ്രസിൻ്റെ സംസ്ഥാന ചെയർമാനാണ്. അദ്ദേഹം ബാർ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പ്രതികരിക്കുന്നതാണ്. ഈ സമയം അല്ല കൂട്ടിയാനല്ല എൻ്റെ പ്രതിഷേധം, ഈ മദ്യമേ നിരോധിക്കണം. ഇപ്പോൾ സ്വാഭാവികമായിട്ടൊരു 10 മണി എന്നൊക്കെ പറയുന്ന സമയത്ത് കള്ളു കുടിക്കുന്ന ആളുകളൊക്കെ തിരിച്ചെങ്ങനെയെങ്കിലും കഴിഞ്ഞങ്ങ് വീട്ടിൽ എത്തും, കുടുംബത്തോടെ കഴിയും. ഇനി 12 മണി വരെയൊക്കെ ആക്കുമ്പോൾ പിന്നെ കുടിച്ച് അവിടെ കിടക്കും, കുടുംബങ്ങളെ തകരും. ഇപ്പോഴുള്ള ആ വ്യവസ്ഥകളെല്ലാം മാറിപ്പോകും. ഇത് സർക്കാരിൻ്റെ ഇലക്ഷൻ ഫണ്ടിന് വേണ്ടിയുള്ള ഒരു തന്ത്രമാണ്. ഇപ്പോൾ അവർക്ക് ഒരു 5-6 മണിക്കൂർ കൂട്ടി കൊടുക്കുമ്പം ഇത്ര രൂപ ലാഭം കിട്ടും, അതിൻ്റെ വീതം വാങ്ങിക്കാൻ വേണ്ടി സർക്കാർ ചെയ്തൊരു പരിപാടിയാണ്. പ്രതിപക്ഷ കക്ഷി അറിഞ്ഞില്ല, ആരോടും ആലോചിച്ചിട്ടില്ല. ഉടനങ്ങ് പ്രഖ്യാപിക്കണമെങ്കിൽ എന്തെങ്കിലും കാണാതെ പ്രഖ്യാപിക്കില്ലല്ലോ. പക്ഷേ എന്ത് ലാഭം കിട്ടുമ്പോഴും ഒരു നന്മ എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്. ആ നന്മ ഇതിലില്ല. ഈ അടുത്ത തലം വിദ്യാർത്ഥികൾ വൈകുന്നേരം ആകുമ്പം പുറത്തിറങ്ങി ഭക്ഷണം കഴിക്കാനൊക്കെ പോയിട്ടൊരു 10 മണിക്കകത്ത് കയറും. ഇനി 10 മണി കഴിഞ്ഞാൽ അവരും ബാറിലിരിക്കും. സമൂഹം നശിക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനവും സമ്പത്ത് ലാഭം കിട്ടാൻ പാർട്ടികൾക്ക് ഗുണവും ചെയ്യും. ഇതാണ് ശരിക്കുള്ള സംഭവം. സംസ്ഥാനത്തെ ബാറുകളുടെ സമയപരിധി നീട്ടിയത് സംബന്ധിച്ച് NDAയിലെ വിവിധ ഘടകകക്ഷി നേതാക്കൾ സംസാരിക്കുകയാണ് ന്യൂസ് ടുഡേ കേരളത്തിനോട്. ജനാധിപത്യ രാഷ്ട്രീയ സഭ സംസ്ഥാന ചെയർമാൻ EP കുമാരദാസ് സാറാണ്. കേരളം പൊതുവെ ഇപ്പം എന്താ പറയുക, ഒരു ലഹരി അഡിക്റ്റിന് നിൽക്കുന്നതാണ്. ആ ലഹരി അഡിക്റ്റ് മാറ്റുക എന്നുള്ളൊരു സമീപനമാണ് സർക്കാരുകൾ ചെയ്യേണ്ടത്. അതിന് വ്യത്യസ്തമായിട്ട് കൂടുതൽ ലഹരിക്ക് അഡിക്റ്റാകുന്ന ഒരു സമൂഹത്തെയാണ് വളർത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബാറിൻ്റെ സമയം വർദ്ധിപ്പിക്കുന്നതൊക്കെ. ഈ പിണറായി വരുന്നതിന് മുമ്പുണ്ടാകുന്ന UDF സർക്കാർ ഇവിടുത്തെ ചാരായം നിരോധിച്ച് അങ്ങനെ മദ്യങ്ങൾ പല ചെയ്യുന്നുണ്ട്. പൂർണ്ണമായിട്ടും ഈ മദ്യം അതിന് അഡിക്റ്റാക്കുന്ന ഒരു സമീപനമാണ് ഇടതുപക്ഷ സർക്കാർ ഉണ്ടാക്കുന്നത്. ഇപ്പോഴത്തെ ഈ സമയം നീട്ടിയല്ലോ, അതിനെക്കുറിച്ച് ആ സമയം നീട്ടുമ്പോൾ ഉണ്ടാകുന്നത് ഇപ്പോൾ തന്നെ ഈ ബസ്സിലോ ട്രെയിനിലോ ഒന്നും യാത്ര ചെയ്യാൻ കഴിയുന്നില്ല. മദ്യ ഇതിലുള്ളതാണ്. റോഡിലൂടെ സ്വതന്ത്രമായിട്ട് സ്ത്രീകൾക്കോ അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്കോ നടക്കാൻ വയ്യാത്തൊരവസ്ഥയുള്ളത്. ഈ സമയം മാറ്റുന്നതോടുകൂടി 12 മണി വരെയൊന്നും അത് 2 മണി വരെയൊക്കെ ബാർ തുറക്കും. എന്നുവെച്ചാൽ 24 മണിക്കൂർ ആവും സാധാരണ ബാറിൻ്റെ സമയം വരുന്നത്. അപ്പോൾ കൂടുതൽ മദ്യം ഉണ്ടാക്കുക എന്നുള്ള ആവശ്യം. ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഈ ഫണ്ട് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. എല്ലാ കാര്യത്തിലും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫണ്ട് ഉണ്ടാക്കുക. ഇനി ഞങ്ങളങ്ങോട്ട് ഇതായാലും ഇനി കേരളം രക്ഷപ്പെടരുത് എന്നുള്ളൊരു ഇതിലാണ് ഉണ്ടാവുന്നത്. അതാണ് ഇതിൻ്റെ പ്രശ്നം വരുന്നത്. സാമൂഹിക ജീവിതത്തെ എങ്ങനെ ബാധിക്കും ജനങ്ങളുടെ? ജനങ്ങളുടെ സാമൂഹിക ജീവിതത്തിൽ വളരെ ഗുരുതരമായ ഒരു പ്രഖ്യാത ഉണ്ടാകാൻ പോണേ. കാരണം എന്താ പറയുക, മറ്റ് സംസ്ഥാനങ്ങളെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്, അല്ലെങ്കിൽ UDFനാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെയല്ല ഒരു നയം വേണ്ടത്. ഒരു സാമൂഹ്യ വികാസം ഉണ്ടാവും. ഇപ്പം സ്കൂൾ കുട്ടികൾ ലഹരി അഡിക്റ്റാണ്, ചെറിയ കുട്ടികൾ, കോളേജ് പിള്ളേർ, അതേപോലെ ഉണ്ടാകുന്ന മൊത്തം മുഴുവൻ തന്നെ ലഹരിക്ക് അഡിക്റ്റാണ്. ഇപ്പം മദ്യത്തിൻ്റെ ഈ ബാറിൻ്റെ ഇത് വർദ്ധിപ്പിക്കുന്നതോടുകൂടി ഈ ബാറിലെ മദ്യം മാത്രമല്ല ഉണ്ടാവണേ, എന്താ പറയുക, ലഹരിക്ക് അഡിക്റ്റായിട്ടുള്ള ഒരു കേരള സമൂഹത്തിന് സൃഷ്ടിക്കുന്നത്. അത് കുടുംബ പ്രശ്നങ്ങളുണ്ടാക്കും, അതുപോലെ തന്നെ എല്ലാ സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടാക്കും. ഇതിനൊന്നും തന്നെ ഈ രാഷ്ട്രീയമായി കാണാൻ ഇവർക്ക് കഴിയുന്നില്ല എന്ന പ്രശ്നം. ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു സംശുദ്ധമായിട്ടുള്ള ഒരു ജനത, ഒരു സമൂഹത്തെയാണ് ഉണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു സാമൂഹ്യ ഘടന ഉണ്ടാക്കേണ്ടത്. അന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സാമൂഹ്യ വിരുദ്ധ സാധനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയാൻ പറ്റും. JRSൻ്റെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുനിൽ C. കുട്ടപ്പൻ പ്രതികരിക്കുന്നു. എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞ് കയറിയ ഒരു ഗവൺമെൻറ്റാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ എല്ലാം ശരിയായിരിക്കുകയാണ്. കാരണം നമുക്കറിയാം, കേരളത്തിലെ ഈ ഒരു മദ്യനയം കൊണ്ട് കേരളത്തിൽ ഘട്ടം ഘട്ടമായി അത് കുറച്ചുകൊണ്ട് വരും എന്നൊരു വാഗ്ദാനം നൽകുകയാണ്. ക്രിസ്ത്യൻ സഭകളടക്കമുള്ള ആ സഭകളെ ഈ സമരത്തിൽ നിന്നൊക്കെ, കേരളത്തിലെ സാമൂഹിക മണ്ഡലത്തിലുണ്ടായ സമരങ്ങളെയൊക്കെ അവർ തടഞ്ഞു നിർത്തുന്നതിനൊക്കെ കാരണമായത്. പക്ഷേ ഈ ഗവൺമെൻറ് അവസാന കാലഘട്ടത്തിൽ അവരെന്തായിരുന്നു ഉദ്ദേശിച്ചത് അത് നടപ്പാക്കുന്ന ഒരു രീതി നമ്മൾ കാണുക. അതിലേറ്റവും കൂടുതൽ ബാധിക്കുന്നത് കുടുംബങ്ങളിലാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, കുട്ടികൾക്ക് ഒരു
മറ്റ് ലഹരികളുടെ ഒരു ആഘാതം കേരളം നേരിടുമ്പോഴാണ് മദ്യത്തിലൂടെ മറ്റൊരു ലഹരി കൂടി, കൂടുതൽ ലഹരി കൂടി. കാരണം 12 മണി വരെ ബാറിൻ്റെ സമയം വർദ്ധിപ്പിക്കുന്നതോടുകൂടി രാത്രി കാലങ്ങളിൽ ഒരു സാധാരണക്കാർക്ക് പോലും ഒരു യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്ന ഒരു മദ്യനയം ഉണ്ടാവുന്നത് എന്നുള്ളത് വളരെ ഖേദകരമായൊരു കാര്യമാണ്. അതുകൊണ്ട് അടിയന്തരമായി ഗവൺമെൻറ് ഇത്തരം ഒരു നയത്തിൽ നിന്ന് പിന്മാറണമെന്നുള്ളതാണ്. സ്ത്രീകളിലും കുട്ടികളെയും അവർ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ സാമൂഹിക പ്രശ്നം എന്നുള്ളത്. അവരെ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ള പ്രശ്നം. മദ്യത്തിൻ്റെ ആഘാതം കൂടുതലുണ്ടാകുന്ന നമുക്കറിയാം കുട്ടികൾ, കാരണം ന്യൂജൻ ബൈക്കുകൾ, അതുപോലുള്ള മറ്റ് കാറുകൾ, ഇതെല്ലാം വളരെ ദൈനംദിന കേരളത്തിലെ റോഡ് അപകടങ്ങൾ ഏറ്റവും അധികം ഉണ്ടാവുന്നത് മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന സാഹചര്യത്തിലാണ്. അപ്പോൾ അതുതന്നെയാണ് ഇത്. വാഹന അപകടങ്ങൾ കൂടുന്നു. അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ മദ്യം കാരണം സ്വസ്ഥമായി ഒരു സാമൂഹ്യ ജീവിതത്തിലൊന്നും ഉറങ്ങാൻ പോലും കഴിയാത്തൊരു സാഹചര്യം കേരളത്തിൽ സൃഷ്ടിക്കപ്പെടുന്നുള്ളതാണ് ഏത് സമയത്തും. കാരണം 12 മണി ബാറ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ രാത്രി 1 മണി 2 മണി വരെ ലൈവായി ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ജനതയുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു സാംസ്കാരിക ഘടനയെ തന്നെ അത് ബാധിക്കും. അപകടങ്ങൾ വർദ്ധിക്കും. അതുപോലെ മറ്റ് പലതരത്തിലുള്ള കേരളം ഒരു അരാജകത്വത്തിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്.